വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് സ്വരാജ് വിഭാഗീയതയുടെ കാലത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസംഗിച്ചു എന്നതൊരു വലിയ വിവാദമായിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതാണ് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം, കൊറിയൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കപ്പെട്ടത്. സ്വരാജ് പറഞ്ഞു, ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ കാണിച്ചാൽ ഞാൻ ഈ പണി നിർത്തുമെന്നായിരുന്നു സ്വരാജിൻ്റെ അന്നത്തെ മറുപടി. പക്ഷേ വി എസ് മരിച്ചതിന് ശേഷം പിരപ്പൻകോട് മുരളി, എക്കാലത്തും വി എസിൻ്റെ വിശ്വസ്തനായിരുന്ന, അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന CPM-ൻ്റെ സീനിയർ നേതാവ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, അയാളിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമുണ്ട് എന്ന്. ഈ സ്വരാജ് വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇതിലേത് മുരളി പറയുന്നതാണോ സ്വരാജ് പറയുന്നതാണോ ശരിയെന്ന് അറിയാവുന്ന ഒരാൾ, എൻ്റെ അഭിപ്രായത്തിൽ CPM-ൻ്റെ ഉള്ളുകള്ളികളിലൂടെ ഊളയിട്ട് നടന്ന രാഷ്ട്രീയ ലേഖകനായിരുന്ന CPM ആയതുകൊണ്ട് അങ്ങ് ഊളയിട്ട് നടന്ന ഊളിയിട്ട് നടന്ന, ശരി, അത് സന്ദർഭത്തിലൊത്ത് വന്നു പോയതാണ്. ഊളിയിട്ട് നടന്ന അന്നത്തെ CPM കാര്യലേഖകനായ രാമചന്ദ്രൻ എന്ന ബൈലൈൻ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് ഈ വിഗ്രഹം ചുമക്കുന്ന കഴുത എന്നൊക്കെ വി എസിനെ കുറിച്ച് പറഞ്ഞു. ബക്കറ്റിലെ വെള്ളം, ആ ബക്കറ്റിലെ വെള്ളം, ഇങ്ങനെ ആ സമയത്ത് 2007 മുതൽ അതിഭീകരമായിട്ട് VS വേട്ട നടക്കുന്ന കാലമാണ് ഇത്. ഞാൻ അന്ന് സംസ്ഥാന മറ്റേ സമ്മേളനങ്ങൾ, അതിന് മുമ്പ് മലപ്പുറം വരെ, പാലക്കാട് വെട്ടിനിരുത്തൽ, മലപ്പുറം, ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും അവിടെ സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ഫെർണാണ്ടസ് ഒക്കെ ഇല്ലേ, ജോൺ ഫെർണാണ്ടസ് VS ഗ്രൂപ്പാണല്ലോ ആ കാലത്ത്. ആ മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെ സംസാരിച്ചു, VS ഗ്രൂപ്പിന്റെ ആളായതുകൊണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വേദിയിൽ നിന്ന് പിണറായി വിജയൻ ഇറങ്ങുന്നുണ്ടല്ലോ. പിണറായി വിജയൻ ഇറങ്ങി വന്നിട്ട് ഫെർണാണ്ടസിന്റെ അടുത്ത് വന്നിട്ട് അധികമൊന്നും കളിക്കണ്ട കേട്ടാ എന്ന് പറഞ്ഞിട്ടാ പോയത്. എന്ന് പറഞ്ഞാല് ഈ തരത്തില്, ഞാനിപ്പോ പുറത്ത് റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ പറഞ്ഞത്, ഈ തരത്തിലാണ് ഈ ആളുകൾ അന്ന് വേർതിരിച്ച് നിർത്തിയിരുന്നത്. പെരുപ്പൻകോടും മുരളി പറയുന്ന ഒരു കാര്യം, പെരുപ്പൻകോടും മുരളി മനോരമയില് എഴുതിയിരുന്ന ലേഖനം ശരിക്കും വിഭാഗീയ ലേഖനമാണത്. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഉദാഹരണത്തിന് 1900 ഈ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ജില്ലകളിലൊക്കെ ജയിച്ചല്ലോ. അതിനുശേഷം 4 വർഷം മാത്രമായി EK നായനാർ സർക്കാരിനെ പിരിച്ചുവിടുന്നു. VS മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണെന്ന് പാർട്ടി രേഖകളിലുണ്ട്. ഈ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കേന്ദ്രം പാസാക്കിയത്, CC പാസാക്കിയത്, കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള രേഖ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഈ താല്പര്യം കൊണ്ടാണ് VS ഇത് പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കൂടെ ആരൊക്കെ നിന്നില്ല എന്ന് VS പറയുന്ന ആളുകൾ, മലബാറിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് PBയും CCയും അറിഞ്ഞു ചെയ്താണെന്നാണ് പെരുപ്പൻകോട് മുരളി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ VSന് അധികാരത്തിൽ വരാൻ വേണ്ടി ചെയ്തതല്ല. അപ്പൊ അത് വിഭാഗീയ വ്യാഖ്യാനം മാത്രമാണ് മുരളിയുടെ. മറ്റവർക്ക് അങ്ങനെയല്ലല്ലോ, പാർട്ടി രേഖകളിലും അങ്ങനെയല്ല. അതെ. അപ്പം മുരളി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ തരത്തിൽ ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന. പിന്നെ മുരളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങള് പല കാര്യങ്ങളും VS അറിഞ്ഞിട്ടല്ല ഉണ്ടായത്. ആ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രകടനമൊക്കെ നടന്നില്ലേ, ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടൊന്നുമല്ല നടന്നത്. ഞങ്ങള് വിചാരിച്ചിട്ട്, ഞങ്ങൾ തീരുമാനിച്ചിട്ട്, ഞങ്ങൾ എന്ന് അവിടെ പറയുമ്പോ അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് വന്നു അവിടെ. ആ ലേഖനത്തിന്റെ അകത്ത് തന്നെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഷാജഹാൻ പറഞ്ഞല്ലോ VS ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. ഷാജഹാനും G ശക്തിധരനും കൂടി ഇത് VSുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇത് ശക്തിധരൻ എന്നോട് ആ കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ പാർട്ടി ഉണ്ടാവും. കാരണം പുതിയ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഞാനന്ന് ഈ ജില്ലയിലെ CPM കാര്യങ്ങൾ, VS പക്ഷത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പത്രത്തിൽ എനിക്കായിരുന്നു ചുമതല. ഞാൻ VS ഡൽഹിക്ക് പോകുന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ
ജനങ്ങളുടെ പ്രതിഷേധത്തിനെ തുടർന്ന് ഒരു രണ്ടാമത് പോളിറ്റ് ബ്യൂറോ കൂടുകയാണ്. VS പോകാൻ കൊച്ചിയിലെത്തിയപ്പോൾ ഞാൻ അന്ന് ഒരു സ്വകാര്യ ആവശ്യത്തിന് തേക്കടി നിൽക്കുകയാണ്. അപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, VS കൊച്ചിയിലുണ്ട്, VSനെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ്. അല്ല, VSൻ്റെ അടുത്തേക്ക് നമുക്കൊരു പടമെങ്കിലും വേണം. VS വന്നിട്ടുണ്ട്, VS ആരെയും കാണുന്നില്ല, ഒരു ചിത്രം പോലും കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു VS എങ്ങനെ എഡിറ്ററാണ് വിളിക്കുന്നത്, അത് സുനിൽ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ എറണാകുളം ജില്ലയിലെ പ്രമുഖനായ ഒരു CPM നേതാവിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് പറയുന്നു, എവിടെയാണെന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം മറ്റൊരു അഴീക്കോടനെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് സ്നേഹമുള്ള ആളെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, VS ഇന്ന സ്ഥലത്തുണ്ട്, ആരെയാണ് വിടുന്നത്, ഫോട്ടോഗ്രാഫർ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപ് എന്ന് പറയുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫർ, താടിയുള്ള ആളല്ലേ എന്ന് പറഞ്ഞു. അതെ, അങ്ങോട്ട് വിട്ടോളൂ, പടം ഞാൻ എടുപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ PB യോഗത്തിന് പോകാൻ വേണ്ടി കൊച്ചിയിലെത്തിയ VSനെ ലെനിൻ സെൻറ്ററിന് അടുത്തുള്ള ഹോട്ടലിലാണ് താമസിച്ചത്. ലെനിൻ സെൻറ്ററിലാണ് സാധാരണ താമസിപ്പിക്കാറ്. അവിടെ അല്ലാതെ അവിടെ നിന്ന് മാറ്റി ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച് അവിടെ VS പടി കയറുന്ന ഒരു ചിത്രം കേരളമുതി കിട്ടി. അത് എന്നോട് ആദ്യം മറ്റുള്ളവർ കേൾക്കുകയാണ് സഖാവ് പറഞ്ഞത്, മറ്റൊരു അഴീക്കോടനെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ജില്ലയിലെ പ്രധാനി പറയുകയാണ്, VS എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിക്കാർ തന്നെ VSനെ കൊന്നുകളയും എന്ന് പറഞ്ഞല്ലേ അഴീക്കോടനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അത്ര വലിയ വിഭാഗീയതയായിരുന്നു, അതിഭീകരമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇനി നമ്മൾ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അന്ന് ഇത് സ്വരാജ് പറഞ്ഞതാണ് എന്നുള്ളത്, സ്വരാജ് പറയുന്നത് ഇത് ആരുടെയും വീഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ആരാണ് എന്തൊരു ഊള ചോദ്യമാണത്. ആരെങ്കിലും തെളിവ് ഹാജരാക്കാമോ എന്ന് ചോദിക്കുന്നത്. തെളിവാണല്ലോ പെരുപ്പങ്കോട് മുരളിയുടെ വന്നിരിക്കുന്നത്, സാക്ഷി മൊഴിയാ. അപ്പോ അന്ന് ഇത് 2012 തിരുവനന്തപുരം സമ്മേളനം കഴിഞ്ഞിട്ടാണല്ലോ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അന്ന് വൈകുന്നേരം ചിലർ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് VS പ്രസംഗിക്കുന്നത്. ഇത് VSനോട് ചെന്ന് ഇവര് പറഞ്ഞിട്ട്, പെരുപ്പങ്കോടൻ മുരളിയൊക്കെ ചെന്ന് പറഞ്ഞിട്ട് VSന്റെ പ്രതികരണമാണ്. VS പരസ്യമായിട്ട് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ചിലരിങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഞങ്ങളൊക്കെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിവേറ്റുന്നാണ്. ഞങ്ങളൊക്കെ തൂക്കുമര കയറിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളവരാണ് എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത് ഈ സത്യം ഹിരൺമയേന പാത്രേണ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും ഇത് ഒരു ദിവസം പുറത്തു വരും എന്നുള്ളത്. അപ്പോ അതെല്ലാ സത്യത്തിൻ്റെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ സ്വരാജ് പിന്നീട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം വന്നപ്പോൾ സ്വരാജിന് ഭീതി വന്നു. കാരണം VSനെ പല സ്ഥലത്തും VS ആണ് താരപ്രചാരകനായി. അപ്പോഴേക്കും VS വേറെ ചേരിയിലാണെങ്കിലും VSന് വേണം ജയിക്കാൻ. ആളുകൾ പോസ്റ്ററിൽ VSന്റെ പടം കൂടിയൊക്കെ അടിക്കാൻ തുടങ്ങി, ഇല്ലേ? അതെ, സ്ഥാനാർത്ഥിയുടെ പടത്തെക്കാളും വലുത് VSന്റെ പടമായിരുന്നു. അതെ, VS പിന്നെയും തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകനായിട്ട് VS ആണ് ആ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് VSന്റെ അടുത്ത് ചെന്നിട്ട് യെച്ചൂരി പറയുന്നത്, ഞങ്ങള് പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചു, അതിനെന്താണ് എന്ന് VS ചോദിക്കുന്നു. VSന്റെ കയ്യിൽ വേറെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവുമായിരിക്കും, ചോദിക്കുന്നു. പക്ഷെ പിണറായി വിജയനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെരുപ്പങ്കോട് മുരളി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസംഗിക്കുന്നു. എന്താണ് പ്രസംഗിക്കുന്നത്? നമ്മള് ബംഗാളിൽ ചെയ്ത മാതൃക നമ്മൾ സ്വീകരിക്കണം. അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജ്യോതി ബസുവിന് ശേഷം കൊണ്ടുവരുമ്പോൾ 6 മാസത്തേക്ക് ജ്യോതി ബസു മുഖ്യമന്ത്രി ആയിട്ട് ആണ് ബുദ്ധദേവിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണയും 6 മാസത്തേക്ക് VS മുഖ്യമന്ത്രി ആയിരിക്കണം, എന്നിട്ട് പിണറായി വിജയന് കൈമാറിയാൽ മതി. ഭയങ്കര വെട്ടല്ലേ അത് പിണറായിക്കെതിരെ പറഞ്ഞുമില്ല, VSനെ ആക്കണമെന്ന് പറയുകയും ചെയ്തു. ആക്കണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് പെരുപ്പങ്കോട് മുരളിയെ പിന്നീട് അടുത്ത സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ ഒഴിവാക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ്? 80 വയസ്സുള്ളവരെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, 80 വയസ്സുള്ള ആളുകളെ ഒഴിവാക്കണം എന്നാണ്. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടല്ലല്ലോ പാർട്ടിയിൽ തീരുമാനിക്കുക.
പെരുപ്പങ്കോട് മുരളിക്ക് 80 വയസ്സായി എന്ന് ഈ തീരുമാനിക്കുന്നവർ ബുദ്ധിയില്ലാഞ്ഞിട്ടോ എന്തോ വിചാരിച്ചു. 74 വയസ്സേ പെരുപ്പങ്കോട് മുരളിക്ക് ആയിട്ടുള്ളൂ. പെരുപ്പങ്കോട് മുരളി പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് 74 ഉള്ളൂ. അപ്പോ കോടിയേരി പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയാണ് പെരുപ്പങ്കോട് മുരളിയെ എടുത്ത് പുറത്താക്കുന്നത്. അപ്പോ അതിന്റെ അന്ന് ആ പറഞ്ഞതിന്റെ വിധേയം കൂടിയാണ് പെരുപ്പങ്കോട് മുരളി. പെരുപ്പങ്കോട് മുരളിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഓർക്കാതിരിക്കുമോ? അതെ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണത്. അദ്ദേഹം VS-നെ പറ്റി എഴുതിയത് എന്താണ്? ഈ മനോരമയുടെ ലേഖനത്തിൽ അത് അവസാനിപ്പിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അത് അങ്ങാണ് എന്നാണ്. അവതാര പുരുഷൻ, അവതാരം എന്നൊക്കെ പറയുന്നത് മാർക്സിസത്തിന് ചേർന്നതല്ല, മാർക്സിസ്റ്റ് ഭാഷ, ഹിന്ദുത്വമാണത്. പക്ഷെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പെരുപ്പങ്കോട് മുരളി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവതാര പുരുഷൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. VS, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവതാര പുരുഷൻ. അപ്പോൾ ഒരുപാട് സ്ഫോടനാത്മകമായ വിവരങ്ങൾ ഉണ്ടാകുന്ന ഒരു പുസ്തകമായിരിക്കും. അപ്പൊ അതിലും ഇത് വീണ്ടും പറയുമല്ലോ. അപ്പോ അങ്ങനെ VS-നെ അവതാര പുരുഷനായിട്ട് കൊണ്ടുകിടന്നിരുന്ന ആളാണ് പെരുപ്പങ്കോട് മുരളി. മറ്റേതും ശരിയാണ്, ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയത്. അതിന്റെ മുഖപത്രമായിട്ടാണ് ജനശക്തി ഉണ്ടാക്കുന്നത്. അതെ, ജനശക്തിയുടെ ആദ്യ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ജനശക്തിയുടെ ആദ്യ ലക്കങ്ങളിലൊക്കെ എഴുതിയിട്ടുമുണ്ട്. കാരണം ഇത് പുതിയ പാർട്ടി വരികയാണ്. ഞാനും കേട്ടിരുന്നു, അങ്ങനെ പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ അതിന്റെ ആസ്ഥാനം എറണാകുളമായിരിക്കും, എറണാകുളത്ത് ലെനിൻ സെന്റർ ആയിരിക്കും സംസ്ഥാന കേന്ദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ അദ്ദേഹം എന്തോ ബാക്ക് ഔട്ട് ചെയ്തതാണ്. അതല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹമായിരിക്കാം VS വേറൊരു പാർട്ടി ഉണ്ടാക്കി പോട്ടെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ. പക്ഷെ VS അത്യാവശ്യം ഫണ്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അപ്പൊ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്. അങ്ങനെ അത്രമാത്രം തീവ്രമായിരുന്നു ആ സമയത്തെ ഈ വിഭാഗീയത. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞത് തന്നെ. കളവ് പറയുന്നത് സ്വരാജാണ് അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.